Hello friends, welcome to the channel. Now, we have a assumption. Majority of the mutual fund investment is grow, Indmoney, and the third party app which investment is recently main to begin the Indmoney. Indmoney majority 80% and SIP in the Indmoney through. ഒരു 10% 15% ഗ്രോ കോഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി 5% ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഫണ്ട് ഹൗസിൽ കൂടെ ചെയ്യാൻ പറ്റൂട്ടാ ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ തേർഡ് പാർട്ടി ആപ്പുകളുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈസിയാണ് എല്ലാം നമുക്ക് ഒറ്റ സാധനം കയ്യിനുള്ളിൽ കിട്ടും അപ്പോൾ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ കുറേ പേർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേർ സംശയം വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഗ്രോ എന്ന് പറയുന്നത് ഇൻഡ്മണി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനികളാണ് അപ്പോൾ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പണി കിട്ടുമോ അങ്ങനെ കുറേ പേർക്ക് സംശയങ്ങളുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ എന്താ പറയുക ബിറ്റ് കോയിൻ സംഭവങ്ങളൊക്കെ ഒരു ആപ്പ് പൊളിഞ്ഞപ്പോൾ കുറേ പേർക്ക് പണി കിട്ടി അത് ബ്ലോക്കായി കുറേ പേര് കാശ് അവിടെ ബ്ലോക്കായി കിട്ടും അങ്ങനെ കുറേ ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ പേർക്കുള്ള സംശയമാണ് ഇപ്പോൾ ഗ്രോ ആപ്പ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ പോകുമോ നമുക്ക് പിന്നെ കാശ് കിട്ടില്ല എന്നൊക്കെ കുറേ പേർക്ക് സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടാ പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ അവൈലബിളാണ് പേജ് ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്യാട്ടാ അപ്പോൾ നമുക്ക് വീഡിയോ വിളിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പോ അല്ലെങ്കിൽ ഇൻഡ്മണി എന്ന് പറഞ്ഞ ആപ്പ് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോവില്ല കേട്ടോ അതാണ് ഇതിന്റെ ഡയറക്റ്റ് ആൻസർ വരുന്നത് വെച്ചാൽ ഇതെല്ലാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം മാത്രമാണ് ഒരു യൂസർ ഇന്റർഫേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയണ പോലെ ഒരു നമുക്ക് ഇൻവെസ്റ്റിംഗ് മെത്തേഡ്സ് ഈസി ആക്കാൻ വരുന്ന മാത്രം ഒരു എന്താ പറയുക അതിന് കറക്റ്റായിട്ട് ഒരു വേർഡ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് പറയാം ജസ്റ്റ് ഒരു മീഡിയം ഒരു തേർഡ് പാർട്ടി മീഡിയം മാത്രമാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഫണ്ട് ഹൗസിലാണ് അതായത് ഇപ്പോൾ നമ്മൾ ആക്സിസ് ബാങ്കിന്റെ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ഒക്കെ വരുന്നത് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് ഹൗസിലാണ് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ പോയി എടുക്കുന്നത് അപ്പോൾ ഈ ഇൻഡ്മണിയും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇൻഡ്മണിയിലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സിസ് ബാങ്കിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്പൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വേണമെങ്കിൽ അതിൽ ഇതേപോലെ അക്കൗണ്ട് സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് അതിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോയി കിടക്കുന്നത് നമ്മുടെ ഈ ആക്സിസ് ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ട് ഹൗസിലാണ് അപ്പോൾ ഈ ഇൻഡ്മണി എന്ന ആപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗ്രോ എന്ന് പറഞ്ഞ ആപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് ഹൗസിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ആവശ്യമുള്ളപ്പോൾ റിഡീം ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ വേണമെങ്കിൽ SIP വേണമെങ്കിൽ സ്പോസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് അവരുടെ ഡയറക്റ്റ് ആപ്പ് കൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഗ്രോ എന്ന് പറഞ്ഞ ആപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലോ ഇൻഡ്മണി എന്ന ആപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലോ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ തീരെ അഫക്റ്റേ ആവുന്നില്ല കേട്ടോ അത് പേടിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട ഇതിന്റെ ആക്ച്വലി ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്പിലോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ട് ആപ്പിലോ ആക്സിസ് ബാങ്ക് എപ്പോഴും വരുന്നത് ഫണ്ടിന്റെ ആപ്പിലോ അല്ലെങ്കിൽ നിപ്പോന്റെ ആപ്പിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത്ര ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് SIP സംഭവം തുടങ്ങാൻ ഭയങ്കരമായിട്ട് പറ്റില്ല എന്നുവെച്ചാൽ ഇത് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 80% ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡ്മണിയാണ് ഇപ്പോൾ ഇൻഡ്മണിയിൽ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് ഭയങ്കര ഈസിയാണ് നമുക്ക് ഈ SIP മാനേജ് ചെയ്യാനും SIP ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ ഭയങ്കര ഈസിയാണ് SIP നമുക്ക് റിഡീം ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇൻഡ്മണി സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡ്മണിയിൽ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല നമുക്കതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗ്രോവിനെക്കാട്ടും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നമുക്ക് ഇൻഡ്മണിയുടെ ആപ്പിൽ വരുന്നുണ്ട് ഇപ്പം കുറച്ചും കൂടി ഈ യൂസർ ഫ്രണ്ട്ലിയും കൂടിയാണ് പിന്നെ ഇഷ്ടം പോലെ ആപ്പ് നമ്മുടെ എന്താ പറയുക മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ SBIയുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് ഇഷ്യൂകളുണ്ട് നമുക്ക് ഡയറക്റ്റ് ഫണ്ട് ഹൗസിൽ പോകുമ്പോൾ പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളത് നമുക്ക് ഇൻവെസ്റ്റിംഗ് തുടങ്ങാം ഇഷ്ടമുള്ളത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇഷ്ടമുള്ളത് നമുക്ക് റിഡീം ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര യൂസർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് നമുക്ക് ഈ തേർഡ് പാർട്ടി ആപ്പുകൾ തരുന്നുണ്ട് അതുകൊണ്ടാണ് അത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കാനും ഞാൻ മാത്രമല്ല മെജോറിറ്റി ആൾക്കാരെ ഇത് ഉപയോഗിക്കാൻ മെയിൻ കാരണം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല അതാണ് ഞാൻ ആക്ച്വലി ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഗ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലോണം കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കാശ് പോകുന്ന കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ സംഭവം കിട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ് നമ്മുടെ രണ്ട് ചാനലും കാണാത്തവർ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ് അടുത്ത കാണാം